നമസ്കാരം VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഓരോ വസ്ത്രങ്ങൾക്കും ഒരു കഥയുണ്ട്. ആഘോഷത്തോളം വളർന്ന സ്വപ്നങ്ങളുടെ കഥ. ബ്യൂട്ടി സിൽക്സ്. വാക്കുകൾ നിശബ്ദമാകുമ്പോൾ വസ്ത്രങ്ങൾ സംസാരിക്കട്ടെ. മിനാലൂരിലെ ഹോട്ടലിൽ നൽകിയ നാരങ്ങയെ ചൊല്ലിയുണ്ടായ തർക്കത്തിനിടെ ഹോട്ടലിൽ അക്രമം നടത്തുകയും ഉടമയുടെ പല്ലുകൾ അടിച്ചു പൊട്ടിക്കുകയും ചെയ്ത കേസിൽ 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന 5 പേരെയും കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി റിമാൻഡ് ചെയ്തു. സംഭവസ്ഥലം സന്ദർശിച്ച് കോൺഗ്രസ് നേതാക്കൾ. ലോകകപ്പിലെ അർജന്റീന ഇംഗ്ലണ്ട് സെമി ഫൈനൽ മത്സരത്തിനിടയിൽ KSEBയുടെ പവർ കട്ട് പ്രഖ്യാപനം. ബുധനാഴ്ച അർദ്ധരാത്രിയിൽ എരുമപ്പെട്ടിയിലെ KSEB ഓഫീസ് DYFI പ്രവർത്തകർ ഉപരോധിച്ചു. പവർ കട്ട് സമയം മാറ്റണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും ഉദ്യോഗസ്ഥർ ആദ്യം വിസമ്മതിച്ചു. തുടർന്നാണ് പ്രവർത്തകർ ഓഫീസിനുള്ളിൽ കയറി കുത്തിയിരിപ്പ് സമരം നടത്തിയത്. സപ്ലൈകോയുടെ യാതൊരുവിധ ഔദ്യോഗിക നിർദ്ദേശങ്ങളുമില്ലാതെ വരവൂർ മാവേലി സ്റ്റോറിലെ താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടാൻ കോൺഗ്രസ് നീക്കം നടത്തുന്നതായി ആക്ഷേപം. വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്യുന്ന ജീവനക്കാരെ ഒഴിവാക്കി പകരം പുതിയ ആളുകളെ കൊണ്ടുവരുമെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞതായി മാവേലി സ്റ്റോർ മാനേജർ. പ്രതിഷേധവുമായി CPIM. അപകടത്തിൽപ്പെട്ട ആംബുലൻസിൽ നിന്നും ഓയിൽ ചോർന്നു. സംസ്ഥാന പാതയിൽ ഇരുചക്ര വാഹനങ്ങൾ തെന്നി വീണതോടെ അടിയന്തര ഇടപെടൽ നടത്തി വടക്കാഞ്ചേരി ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. റോഡ് കഴുകി വൃത്തിയാക്കി അപകട ഭീഷണി ഒഴിവാക്കി. ചാവക്കാട് വടക്കാഞ്ചേരി സംസ്ഥാന പാതയിൽ കാഞ്ഞിരക്കോട് ദേവസ്വം ഓഡിറ്റോറിയത്തിന് സമീപമാണ് കഴിഞ്ഞ ദിവസം അപകടത്തിൽപ്പെട്ട ആംബുലൻസ് മാറ്റുന്നതിനിടെ റോഡിലേക്ക് വാഹനത്തിൽ നിന്നും ഓയിൽ ചോർന്നത്.